നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതിയ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ യുവാക്കൾക്ക് ആവേശമാകുന്നു. ദേശീയ യുവജനോത്സവത്തിന്റെ ഭാഗമായുള്ള വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ പങ്കെടുക്കുന്ന കേരള സംഘത്തിന് രാജ്ഭവനിൽ യാത്രയയപ്പ് നൽകി. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ യുവജനങ്ങളുടെ പുരോഗതിയും അവരുടെ പങ്കാളിത്തവും അനിവാര്യമെന്ന് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ദേശീയ യുവജനോത്സവത്തിന്റെ ഭാഗമായുള്ള വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ പങ്കെടുക്കുന്ന കേരള സംഘത്തിനാണ് രാജ്ഭവനിൽ യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. യുവജനങ്ങൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുകയും സാങ്കേതിക വിദ്യ, വ്യവസായം, സംസ്കാരം എന്നീ തുടങ്ങിയ വിവിധ മേഖലകളിലെ യുവ പ്രതിഭകളെ കണ്ടെത്തുകയും ചെയ്യുക എന്നത് പ്രധാനമന്ത്രിയുടെ വീക്ഷണമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2025 ജനുവരി 10, 11, 12 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ കേരളത്തെ പ്രതിനിധീകരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട 39 അംഗ സംഘത്തെ ഗവർണർ അഭിനന്ദിച്ചു. ഇതര സംസ്ഥാനങ്ങളിലെ യുവജനങ്ങളുമായി ക്രിയാത്മകമായി സംവദിക്കാൻ സംഘത്തെ പ്രോത്സാഹിപ്പിച്ചു ഗവർണർ. കേരളത്തിലെ സാക്ഷരരായ യുവജനങ്ങളുടെ സംഭാവനകളിൽ രാജ്യം മുഴുവൻ പ്രതീക്ഷ അർപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സംഘാംഗങ്ങൾക്ക് രാജ്ഭവന്റെ പൂർണ്ണ പിന്തുണയും സഹായവും അദ്ദേഹം ഉറപ്പു നൽകി. നെഹ്റു യുവകേന്ദ്ര സംഘാതൻ സ്റ്റേറ്റ് ഡയറക്ടർ M. അനിൽകുമാർ വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിനെ കുറിച്ച് വിശദീകരിച്ചു. മേരാ യുവ ഭാരത് പോർട്ടലിൽ വിവിധ ഘട്ടങ്ങളായി സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വിജയിച്ച 39 യുവതി യുവാക്കളാണ് കേരള സംഘത്തിലുള്ളത്. അവർ ദേശീയ മത്സരത്തിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുകയും തിരഞ്ഞെടുത്ത 10 വിഷയങ്ങളിൽ വികസിത ഇന്ത്യയെക്കുറിച്ചുള്ള ആശയങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യും. നവംബർ 25 മുതൽ ഡിസംബർ 5 വരെ മേരാ യുവ ഭാരത് പോർട്ടൽ വഴി സംഘടിപ്പിച്ച വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് ഓൺലൈൻ ക്വിസ് മത്സരങ്ങളിൽ വിജയികളായ 3500 പേർക്കായി സംഘടിപ്പിച്ച ഉപന്യാസ മത്സരത്തിൽ 239 പേരെ വിജയികളായി തിരഞ്ഞെടുത്തു. തുടർന്ന് നടന്ന പവർ പോയിന്റ് പ്രസന്റേഷനുകളിലും വ്യക്തിഗത അഭിമുഖങ്ങളിലും നിന്നാണ് ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ തിരഞ്ഞെടുത്തത്. അതേസമയം മുൻ ഗവർണർ കളമൊഴിഞ്ഞതോടെ സർവകലാശാല വിഷയങ്ങളിൽ കുറച്ചൊരാശ്വാസമുണ്ടാകുമെന്ന് കരുതിയിരുന്ന സംസ്ഥാന സർക്കാരിന് വലിയ തലവേദനയായി മാറുകയാണ് ചാൻസലർക്ക് സർവാധികാരങ്ങളും നൽകുന്ന UGCയുടെ പുതിയ വിജ്ഞാപനം. താൽപര്യമുള്ളവരെ VCമാരായി അവരോധിക്കാനുള്ള സർക്കാരിന്റെ നീക്കങ്ങളുടെ കടയ്ക്കൽ കത്തിവയ്ക്കുന്നതാണ് UGCയുടെ പുതിയ നിർദ്ദേശങ്ങൾ. ചാൻസലറായ ഗവർണറുടെ നടപടികൾക്കെതിരെ കോടതിയെ സമീപിച്ചിരുന്ന സർക്കാരിന്റെ നടപടികൾക്ക് കൂടി തടയിടുന്നതാണ് പുതിയ വിജ്ഞാപനം. VC നിയമനത്തിനുള്ള 3 അംഗ സെർച്ച് കമ്മിറ്റികളിൽ ഭൂരിപക്ഷം കേന്ദ്രത്തിന് ഉറപ്പാകുന്നതോടെ കേന്ദ്ര സർക്കാരിന്റെ നോമിനികളാവും സംസ്ഥാനത്തെ സർവകലാശാലകളിൽ തലപ്പത്തെത്തുകയെന്ന് ഏറെക്കുറെ ഉറപ്പായി. സർവകലാശാല വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ചാൻസലർക്ക് കൂടുതൽ അധികാരം നൽകുന്ന നിയമപരിഷ്കാരത്തിന്റെ കരട് വിജ്ഞാപനം UGC പുറത്തുവിട്ടതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എതിർപ്പുമായി രംഗത്തെത്തി. സംഘപരിവാർ അജണ്ടയായ കാവ്യവൽക്കരണം സംസ്ഥാനത്ത് അതിദ്രുതം നടപ്പാക്കാനുള്ള നീക്കമാണിതെന്ന് മന്ത്രി R. ബിന്ദു ആശങ്കപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പരിപൂർണമായും ഇല്ലാതാക്കുന്ന ഗൂഢപദ്ധതിയാണ് UGCയുടെ 2025 ചട്ടഭേദഗതിയുടെ കരടിൽ ഒളിച്ചു കടത്തുന്നതെന്നും UGCയും കേന്ദ്ര സർക്കാരും അടിച്ചേൽപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ വാണിജ്യവൽക്കരണ, വർഗീയവൽക്കരണ, കേന്ദ്രീകരണ നയങ്ങളുടെ തുടർച്ചയാണ് പുതിയ നിർദ്ദേശങ്ങളെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സംസ്ഥാന സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനം ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ താൽപര്യപ്രകാരം തീരുമാനിക്കപ്പെടുന്നത് ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിനോടുള്ള വെല്ലുവിളി കൂടിയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നതോടെ വിഷയത്തിൽ കേന്ദ്രവുമായി പുതിയ നിയമ പോർമുഖം തുറക്കപ്പെടുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.